പുതിയൊരു ക്ലാസ് സെഷനിലേക്ക് സ്വാഗതം. ഇന്ന് പറഞ്ഞു തരുന്നത് ട്രാൻസ്പോസ് ഓഫ് എ മെട്രിക്സ്. അതായത് ആദ്യം നമുക്ക് ഒരു ചെറിയ മെട്രിക്സ് എടുക്കാം. ഇപ്പൊ എ എന്ന് പറഞ്ഞ ഒരു മെട്രിക്സ് ഉണ്ട്. അതിലെ എലമെന്റ്സ് 1, 2, 3, 4 ഇങ്ങനെ ഒരു മെട്രിക്സ് എന്ന് വെച്ചാൽ ഒരു 2x2 മെട്രിക്സ് അല്ലേ? ഇതിന്റെ ട്രാൻസ്പോസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഒന്നുമില്ല, ഇതിന്റെ റോ നമുക്ക് കോളമാക്കി മാറ്റണം, കോളത്തെ റോ ആക്കി മാറ്റണം. ഈ ട്രാൻസ്പോസ് എന്ന് പറയുമ്പോൾ സാധാരണ നമ്മൾ എ ഇട്ടിട്ട് ഒന്നുകിൽ ഡാഷ് കൊടുക്കും, അല്ലെങ്കിൽ എ റൈസ് ടു ടി എന്ന് കൊടുക്കും. എല്ലാം എന്ത് തന്നെ ട്രാൻസ്പോസ് കൊടുക്കുക. ഞാൻ ഒരു സ്റ്റാൻഡേർഡ് ഫ്രെയിമില് എ ഡാഷ് എന്ന് കൊടുക്കും. അപ്പൊ എ ഡാഷ് എന്ന് വെച്ചാൽ എന്താണ് അർത്ഥം? ട്രാൻസ്പോസ് എന്നാണ്. സോ എ ട്രാൻസ്പോസ് എന്താണെന്ന് ചോദിച്ചാൽ വളരെ എളുപ്പം. ഇതിന്റെ റോ ആണല്ലോ 1, 2. ഈ 1, 2 എന്ന് പറയുന്ന റോ ഇതിന്റെ കോളമായി മാറും. 1, 2, 3, 4 എന്ന് പറയുന്ന അടുത്ത റോ രണ്ടാമത്തെ കോളമായി മാറും. ഇതാണ് ട്രാൻസ്പോസ്. എളുപ്പമല്ലേ? എന്താണ്? റോയെ കോളമാക്കുക അല്ലെങ്കിൽ കോളത്തെ റോ ആക്കുന്ന ഈ പരിപാടിയെ പറയുന്ന പേരാണെന്ത്? ട്രാൻസ്പോസ് ഓഫ് എ മെട്രിക്സ്. ഇതാണ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കിയിരിക്കേണ്ടത്. അടുത്ത നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ട്രാൻസ്പോസിനും ഇതേപോലെ കുറെ പ്രോപ്പർട്ടീസ് ഉണ്ട്. ആ പ്രോപ്പർട്ടിയെ കുറിച്ച് നമുക്കൊന്ന് സംസാരിക്കാം. ആദ്യത്തെ പറയുന്നത് അറിയോ? അവർ പറയാം എ ട്രാൻസ്പോസ് ദ ഹോൾ ട്രാൻസ്പോസ്. ഇതെന്ന് പറയുന്നത് എന്ത് തന്നെയാണെന്ന് അതേ ആയിരിക്കും എന്ന് പറയുന്നത്. അതെന്താ ഉദ്ദേശിക്കുന്നത് അറിയോ? ഒരു മെട്രിക്സ് ഉണ്ട്, ഇതാണ് ആ മെട്രിക്സ്, അതിന്റെ ട്രാൻസ്പോസ് ആണ്. ഇതിനെ നിങ്ങൾ വീണ്ടും ട്രാൻസ്പോസ് എടുക്കുക. എന്താ സംഭവിക്കുക? ഈ പറഞ്ഞ റോ വീണ്ടും കോളമായി മാറും. അപ്പൊ ഞാൻ ഇങ്ങോട്ട് എടുത്ത് എഴുതുകയാണ്. അപ്പൊ ഇത് എ ട്രാൻസ്പോസ് ആണ്. അപ്പൊ ഞാൻ ചെയ്യുന്നത് എ ട്രാൻസ്പോസ് ദ ഹോൾ ട്രാൻസ്പോസ് ചെയ്താൽ എന്ത് സംഭവിക്കുന്നു വെച്ചാൽ ഈ പറയുന്ന റോ വീണ്ടും കോളമായി മാറും. അങ്ങനെ കോളമായി മാറുമ്പോൾ വെച്ചും 1, 3 കണ്ടേ, ഈ റോ കോളമായി മാറും. അടുത്തത് ഈ റോ 2, 4. ഇപ്പൊ എന്താ സംഭവിച്ചേ? ഇതെന്ത് തന്നെ ഏതെങ്കിലും. അതാണ് ഒന്നാമത്തെ പ്രോപ്പർട്ടി. ഇതുപോലെ രണ്ടാമത്തെ ഒരു പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് എ പ്ലസ് ബി ദ ഹോൾ ട്രാൻസ്പോസ് ഇസ് ഈക്വൽ ടു എ ട്രാൻസ്പോസ് പ്ലസ് ബി ട്രാൻസ്പോസ്. ഇതൊരു പ്രോപ്പർട്ടിയാണ്. അതായത് നിങ്ങൾക്ക് രണ്ട് മെട്രിക്സ് തന്നിട്ടുണ്ടെന്ന് വെച്ചോ, നിങ്ങൾ ആ രണ്ട് മെട്രിക്സിനെയും കൂടെ ആഡ് ചെയ്യുക. അപ്പൊ ഒരു മെട്രിക്സ് കിട്ടുമല്ലോ. ആ മെട്രിക്സിന്റെ ട്രാൻസ്പോസ് എടുക്കുക. ട്രാൻസ്പോസ് എടുക്കാന്ന് വെച്ചാൽ റോ കോളം ചേഞ്ച് ചെയ്യാം. അപ്പൊ കിട്ടുന്ന മെട്രിക്സിന് തുല്യമായിരിക്കും എ എന്ന് പറഞ്ഞ മെട്രിക്സ് മാത്രം എടുത്ത് ട്രാൻസ്പോസ് എടുക്കുന്നതും ബി എന്ന് പറഞ്ഞ മെട്രിക്സ് മാത്രം എടുത്ത് ട്രാൻസ്പോസ് ചെയ്തിട്ട് ആഡ് ചെയ്യുന്നത് എന്നാണ് അവർ പറയുന്നത്. റൈറ്റ്? ഇതൊക്കെ എക്സാമ്പിൾ സഹിതം പറഞ്ഞു തരുമ്പോഴേ നിങ്ങൾക്ക് അത്രത്തോളം. നമുക്കത് എക്സാമ്പിൾ സഹിതം നോക്കാം. ഇനിയും പറയുന്നുണ്ട്, അതായത് ഒരു സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ട്, അതായത് കെ ഇൻറ്റു എ, അതായത് കെ എ ദ ഹോൾ ട്രാൻസ്പോസ് ഇസ് ഈക്വൽ ടു കെ ഇൻറ്റു എ ട്രാൻസ്പോസ്. അത് കോൺസ്റ്റന്റ് അല്ലേ, സ്കെയിലാർ നമ്പർ ആണ്. അതിനെ മൾട്ടിപ്ലൈ ചെയ്താലും ട്രാൻസ്പോസ് ആയിരിക്കും. അത് ഈ പറയുന്ന പോലെ എക്സാമ്പിൾസ് പറയുമ്പോഴേ അതിന്റെ ഐഡിയ കിട്ടും. നാലാമത്തെ അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അത് എപ്പോഴും സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്, എക്സാം ചോദിക്കുന്നതാണ്. പ്രൂവ് ദാറ്റ് എ ബി ദ ഹോൾ ട്രാൻസ്പോസ് ഇസ് ഈക്വൽ. ഇപ്പോ നിങ്ങൾ ഇത് വെച്ച് കമ്പയർ ചെയ്യണമെങ്കിൽ എന്താ പ്രത്യേകത? എ പ്ലസ് ബി ദ ഹോൾ ട്രാൻസ്പോസ് ഈക്വൽ എ ട്രാൻസ്പോസ് പ്ലസ് ബി ട്രാൻസ്പോസ്. ഈ ഓർഡറിൽ ഓർത്ത് ചെയ്യുന്നത്. പക്ഷെ ഇവിടെ ചെയ്യുമ്പോഴല്ലോ ഒരു കുഴപ്പമുണ്ട്. ഒരിക്കലും ചിന്തിക്കരുത് എ ട്രാൻസ്പോസ് ഇൻറ്റു ബി ട്രാൻസ്പോസ്. ഒരിക്കലും വരത്തില്ല. അത് തിരിച്ചായിരിക്കും ബി ട്രാൻസ്പോസ് ഇൻറ്റു എ ട്രാൻസ്പോസ് ആയിരിക്കും. നമുക്ക് എല്ലാ സംഭവങ്ങളും കൂടെ ചെയ്യേണ്ട. ഞാൻ ആദ്യം ഒരു റാൻഡം ആയ ഒരു ക്വസ്റ്റ്യൻ എടുക്കുന്നു. ഇഫ് എ ഈസ് ഈക്വൽ ടു ദിസ് മെട്രിക്സ് ആൻഡ് ബി ഈസ് ഈക്വൽ ടു ദിസ് വൺ, വെരിഫൈ ദാറ്റ് എ ട്രാൻസ്പോസ് ദ ഹോൾ ട്രാൻസ്പോസ് ഈസ് ഈക്വൽ ടു എ ആണ് വെരിഫൈ ചെയ്ത് കഴിയും. ഇത് ഞാൻ ഓൾറെഡി പ്രൂവ് ചെയ്ത് കാണിച്ചതാണ്. എങ്കിൽ പോലും ഒന്നുകൂടെ ഞാൻ സംസാരിക്കുന്നു. സോ എ ട്രാൻസ്പോസ് നിങ്ങൾ കണ്ടുപിടിക്കുന്നു. എ ട്രാൻസ്പോസ് കണ്ടുപിടിക്കാൻ നമുക്കറിയാം. അവിടെയാണ് ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കേണ്ടത്. ഇപ്പോ ഈ ട്രാൻസ്പോസ് എടുക്കുമ്പോൾ റോയും കോളം ചേഞ്ച് ആകത്തില്ലേ, അതനുസരിച്ച് എന്തെയും ഓർഡറും റിവേഴ്സ് ആവും. എന്താ സംഭവിക്കുക? ഇതിപ്പോ 2/3 ആണ് എ എന്ന് പറഞ്ഞ മെട്രിക്സ് എങ്കിൽ എ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞ മെട്രിക്സ് എന്താ പറ്റും? ഇതങ്ങ് 3/2 ആവും. ഫോർ എക്സാമ്പിൾ അത് നോക്കി, എന്താ സംഭവിക്കുക? ഈ റോ കോളം ആകുമ്പോഴത്തേക്ക് എങ്ങനെയാണ് നമ്മൾ എഴുതുക? 3√3(2) കോളമായില്ലേ? അടുത്ത റോ 420 420 അടുത്ത. മനസ്സിലായി? അപ്പോ ഇതിന്റെ ഓർഡർ എത്ര? തിരിച്ചു നോക്കി, എത്ര? 3 റോ 2 കോളം, 3/2 ആയെന്ന് കണ്ടു. ക്ലിയർ? അപ്പൊ എന്ത് പറ്റും? ട്രാൻസ്പോസ് എടുക്കുമ്പോൾ ഓർഡർ റിവേഴ്സ് ആകുമെന്ന് മറക്കാതിരിക്കുക. അടുത്ത പോയിന്റ് എന്താ? നമുക്ക് കഴിഞ്ഞില്ല. ഇപ്പൊ എ ട്രാൻസ്പോസ് ആയിരുന്നു. ഇനി ലെഫ്റ്റ് ഹാൻഡ് സൈഡ് നമുക്ക് എഴുതി നോക്കാം. എന്താണ്? എ ട്രാൻസ്പോസ് ദ ഹോൾ ട്രാൻസ്പോസ് നമ്മൾ എടുത്തു നോക്കണം. അപ്പൊ എ ട്രാൻസ്പോസ് എന്ന് പറയുന്നതല്ലേ, ഇതിന്റെ ട്രാൻസ്പോസ് എടുക്കുമ്പോൾ വീണ്ടും എന്ത് പറ്റും? ഓർഡർ വീണ്ടും റിവേഴ്സ് ആവും. എന്താവും? 2/3 ആവും. അപ്പൊ എന്ത് തന്നെ കിട്ടുക? മറ്റേ സംഭവം തന്നെ കിട്ടുക. കാര്യം എന്താ? ഈ റോ കോളമായി മാറും. അപ്പൊ എന്ത് വരും? 3, 4. അടുത്ത എന്താ? √3(2). ഞാൻ എഴുതുന്ന മനസ്സിലാവുന്നുണ്ടോ? ഈ റോ 2, 0 കണ്ടോ? വിച്ച് ഇസ് ഈക്വൽ ടു എ ആയില്ലേ, RHS ആയില്ലേ, ഹെൻസ് വെരിഫൈ. ഒരെണ്ണമായി. ഇതാണ് ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം അവർ ചോദിച്ചേക്കുന്നത് എ പ്ലസ് ബി ദ ഹോൾ ട്രാൻസ്പോസ് ഇസ് ഈക്വൽ ടു, അതേ പ്രൂവ് ചെയ്ത് കാണിച്ചാൽ
A plus B the whole transpose is equal to A transpose plus B transpose. ഇതാണ് രണ്ടാമത്തെ. ഇതുകൂടെ പ്രൂവ് ചെയ്യണം. നമ്മൾ ആദ്യം എന്ത് ചെയ്യും? A plus B ആദ്യം കണ്ടുപിടിക്കും. സോ A plus B എന്ന് പറയുമ്പോൾ എന്താ വരും നോക്കി. എന്തായാലും 2/3 ആണ്. രണ്ടും കൂടെ ആഡ് ചെയ്താൽ മതിയല്ലോ. എത്ര വരും? 3 plus 2 5. കറക്റ്റ് അല്ലേ? 3 plus 2 5. അടുത്ത എന്താണ്? √3 plus -1. അപ്പൊ എന്താ വരും? √3 -1. അത് അങ്ങനെ എഴുതാമല്ലോ. അടുത്ത എന്താണ്? 2 plus 2 എത്ര? 4 വരും. 4 plus 1 5 വരും. 2 plus 2 4 വരും. 0 plus 2 4 വരും. അപ്പൊ ഇതാണ് A plus B. ചോദ്യം എന്താണ്? A plus B the whole transpose is equal to എന്ന് പറഞ്ഞുള്ള. ഇനി അതിന് കഴിഞ്ഞിട്ട് നമുക്കിപ്പം അടുത്ത് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? A plus B the whole transpose വരും. ഓർഡർ നമുക്കറിയാം. ഇത് 2 റോയും 3 കോളമാണ്. 2/3 ഉറപ്പാ ട്രാൻസ്പോസ് വരും. 3 റോയിൽ 2 കോളം വരും. നോക്കി എഴുതാൻ തന്നെ എളുപ്പമാണ്. കറക്റ്റ് അല്ലേ? കാര്യം എന്താ? ഇങ്ങനെ പോകുന്ന ഈ റോയെ നമ്മൾ കോളമായിട്ട് കാണും. അപ്പൊ നോക്കും 5 √3 -1 4. അപ്പൊ ആ റോ ഇല്ല കോളത്തിൽ വെക്കലായി ഇല്ലേ? അടുത്ത റോ എന്താണ്? 5 4 4. അടുത്തത് ആയി. അപ്പൊ A plus B the whole transpose കിട്ടിയില്ലേ? അത് കിട്ടി. രണ്ടാമത്തെ പരിപാടി എന്താ? ഈ A ട്രാൻസ്പോസും B ട്രാൻസ്പോസും കൂടെ കണ്ടുപിടിച്ചിട്ട് അത് രണ്ടുകൂടെ കൂട്ടണം. നമുക്ക് ഇങ്ങോട്ടില്ല. A ട്രാൻസ്പോസ് ഈ സാധനം അല്ലേ? A ട്രാൻസ്പോസ് എന്ന് പറയുന്നത് എന്താ വരാ? കൺവേർട്ട് എഴുതുമ്പോ 3 √3 2 4 2 0. ഇതാണ് A ട്രാൻസ്പോസ്. അടുത്ത B ട്രാൻസ്പോസ് എന്ന് പറയുന്നത് വരും. അപ്പൊ A ട്രാൻസ്പോസ് ഞാൻ ഇങ്ങോട്ട് എഴുതാം കേട്ടോ. A ട്രാൻസ്പോസ് ആണ്. അടുത്ത B ട്രാൻസ്പോസ് എന്ന് പറയുന്നത് വരും. B ട്രാൻസ്പോസ് പറയുന്നത് ഇതല്ലേ? അപ്പൊ നമ്മൾ വീണ്ടും അതിനെ എന്താക്കണം? റോ കോളമായിട്ട് ചേഞ്ച് ചെയ്യണം. അപ്പൊ 2 -1 2. അടുത്തതാണ് 1 2 4. പരിപാടി എന്ന് പറഞ്ഞത് A ട്രാൻസ്പോസ് പ്ലസ് B ട്രാൻസ്പോസ് അല്ലേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഇത് രണ്ടും കൂടെ പ്ലസ് ചെയ്യും. പ്ലസ് ചെയ്യാണ് എന്താ സംഭവിക്കാൻ നോക്കി. 3 plus 2 5. 5 അല്ലേ? അടുത്ത 4 plus 1 5. √3 -1. 2 plus 2 4. 2 plus 2 4. 0 plus 4. നോക്കി രണ്ടും ഈക്വൽ. സോ വെരിഫൈ നമ്മൾ എന്ത് ചെയ്യണം? അപ്പൊ ഇത്രയും സ്റ്റെപ്പുകൾ നമ്മൾ എഴുതി വെച്ചാൽ ആദ്യം അടുത്ത എന്ത് ചെയ്യണം? LHS is equal to ഈ സംഭവം എടുത്ത് വെച്ച് എഴുതണം. അടുത്ത RHS എന്ന് പറഞ്ഞിട്ട് ആ സംഭവത്തെ എടുത്ത് വെച്ച് എഴുതണം. LHS is equal to RHS, hence verify. നമുക്കൊരു മൾട്ടിപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻ കൂടെ ചെയ്ത് നോക്കാം. A is equal to അതൊരു 3/1 മെട്രിക്സ് ആണ്. അതായത് നമ്പർ ഇതാണ് -2 4 5. ഓക്കെ. B എന്ന് പറയുന്നത് മറ്റൊരു മെട്രിക്സ് ആണ്. B എന്ന് പറയുന്നത് തിരിച്ച് 1/3 മെട്രിക്സ് ആണ്. 1/3 മെട്രിക്സ് എന്ന് പറയുമ്പോൾ അതിനകത്തുള്ള എലമെന്റ്സ് 1 3 -6. വെരിഫൈ ദാറ്റ് നമ്മൾ ആ പറഞ്ഞ സംഭവം എന്താണ്? AB the whole transpose is equal to B transpose into A transpose ആണ് നമ്മൾ വെരിഫൈ ചെയ്ത് കാണിച്ചത്. നമുക്ക് നോക്കിയാലോ? എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ആദ്യം മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ പറ്റുമെന്നുള്ളതാണ്. നമുക്കറിയാതെ പറ്റും. കാര്യം എന്താ? ഇതിന്റെ ഓർഡർ എന്ന് വെച്ചാൽ 3 റോയും 1 കോളമാണ്. സോ ഇതൊരു 3/1 മെട്രിക്സ് ആണ്. എന്ന് വെച്ചാൽ 1 റോയും 3 കോളമാണ്. സോ ഇതൊരു 1/3 മെട്രിക്സ് ആണ്. മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ പറ്റൂലേ? കാര്യം എന്താ? ഇതിന്റെ നമ്പർ ഓഫ് കോളത്തിന് തുല്യമാണ് അതിന്റെ നമ്പർ ഓഫ് റോ. അതുകൊണ്ട് തന്നെ കിട്ടുന്ന റിസൾട്ടിന്റെ മെട്രിക്സിന്റെ ഓർഡർ എന്താണ്? 3/3 ആയിരിക്കും. സോ നമുക്ക് ഇടുന്നത് 3/3 ആയിരിക്കും. സോ 1 2 3. ഇത് എക്സ്പ്ലെയിൻ ചെയ്താണ് കഴിഞ്ഞ ക്ലാസ്. നിങ്ങൾക്ക് നല്ലപോലെ അറിയാം. ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം, ഫസ്റ്റ് റോ സെക്കൻഡ് കോളം, ഫസ്റ്റ് റോ തേർഡ് കോളം. ഇത് ആദ്യമായിട്ട് വല്ല കാണുന്നവരാണെങ്കിൽ ദേവി ആ വീഡിയോസ് കണ്ടിട്ട് തിരിച്ചു വരാം കേട്ടോ. ഇതൊന്നും മനസ്സിലാവില്ല. അടുത്തത് സെക്കൻഡ് റോ ഫസ്റ്റ് കോളം, സെക്കൻഡ് റോ സെക്കൻഡ് കോളം, സെക്കൻഡ് റോ തേർഡ് കോളം, തേർഡ് റോ ഫസ്റ്റ് കോളം, തേർഡ് റോ സെക്കൻഡ് കോളം, തേർഡ് റോ തേർഡ് കോളം. ഈ ലോജിക് അപ്ലൈ ചെയ്തുകൊണ്ട് നമ്മൾ ചെയ്യും. അപ്പൊ ഞാൻ മൾട്ടിപ്ലൈ ആണ്. അതിനാണ് AB കണ്ടുപിടിക്കുക. AB കണ്ടുപിടിക്കണം, അതിന്റെ ട്രാൻസ്പോസ് എടുക്കണം. പിന്നെ B ട്രാൻസ്പോസ് A ട്രാൻസ്പോസ് മൾട്ടിപ്ലൈ ആണ്, അത് കിട്ടണം. എന്നിട്ട് വെരിഫൈ. റൈറ്റ്. സോ AB കണ്ടുപിടിക്കുന്നു. AB കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് മെട്രിക്സ് ഞാൻ എടുത്ത് ചെയ്തതാണ്. ആദ്യം എന്താണ്? ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം. ഇവിടെ ഫസ്റ്റ് റോ എന്ന് പറയുന്നത് ഇതാണ് ഫസ്റ്റ് റോ, ഇതാണ് ഫസ്റ്റ് കോളം. അത്രയല്ലേ ഉള്ളൂ. സോ -2 × 1 എത്ര? -2. അടുത്തെന്താണ്? ഫസ്റ്റ് റോ സെക്കൻഡ് കോളം. ഫസ്റ്റ് റോ സെക്കൻഡ് കോളം. ഇതാണ് ഫസ്റ്റ് റോ, ഇതാണ് സെക്കൻഡ് കോളം. സോ -2 × 3 എത്ര? -6. ശരിയല്ലേ? അടുത്തെന്താണ്? ഫസ്റ്റ് റോ തേർഡ് കോളം ആണല്ലോ. ഫസ്റ്റ് റോ തേർഡ് കോളം. സോ -2 × -6 എത്രയാണ്? +12 ആണ്. -2 പ്ലസ് അല്ലേ? അടുത്തെന്താണ്? സെക്കൻഡ് റോ ഫസ്റ്റ് കോളം. സെക്കൻഡ് റോ ഫസ്റ്റ് കോളം എന്ന് പറയുന്നത് 4 × 1. 4 × 1 4. ഞാൻ സ്പീഡ് ചെയ്യാണ് കേട്ടോ. 4 × 3 4 3s are 12. 4 × -6 -24. കറക്റ്റ് അല്ലേ? അടുത്തത്
5 into 1 5, 5 into 3 15, 5 into minus 6 minus 30. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? എ ബി കിട്ടി. അതിനുശേഷം നമുക്ക് എന്താ വേണ്ടത്? ട്രാൻസ്പോസ് എടുക്കണം. ട്രാൻസ്പോസ് നമുക്ക് അറിയാമല്ലോ, എ ബി ദ ഹോൾ ട്രാൻസ്പോസ് എന്ന് പറയുന്നത് വരും കോളം തമ്മിൽ ചേഞ്ച് ആവും. അപ്പൊ എങ്ങനെ എഴുതും? -2 -6 12 ഈ റോ കോളമായി മാറും. അടുത്ത എന്താണ്? 4 12 -24. അടുത്തതാണ് 5 15 -20. ഇനി അടുത്ത എന്താ ചെയ്യേണ്ടത് നമുക്ക്? ഇനി ഞാൻ ബി ട്രാൻസ്പോസ് ഇൻടു എ ട്രാൻസ്പോസ് ചെയ്യാൻ പോകും. എന്താ സംഭവിക്കുന്നത്? ബി ട്രാൻസ്പോസ് എഴുതാൻ പോകും. ബി ട്രാൻസ്പോസ് ഇതല്ലേ ട്രാൻസ്പോസ് വരുമ്പോൾ എന്തും ഇത് 1/3 ആണെങ്കിൽ തിരിച്ചു വരും 3/. അപ്പൊ എങ്ങനെ വരും? ഇങ്ങനെ വരും. കറക്റ്റ് അല്ലേ? അപ്പൊ എത്ര വരും നോക്കിയേ? 1 3 -6 മനസ്സിൽ പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ ചെയ്യുമ്പോ. ഇൻടു എ ട്രാൻസ്പോസ്. എ ട്രാൻസ്പോസ് അപ്പൊ ഇങ്ങനെ എടുക്കാം. നമ്മൾ അങ്ങോട്ടല്ലേ എഴുതി പോകും. അത് അങ്ങോട്ട് എഴുതി പോകും. അപ്പൊ അങ്ങോട്ട് എഴുതി പോകുമ്പോൾ എന്ത് പറ്റും? -2 4 5. സോ ബി ട്രാൻസ്പോസ് ഇൻടു എ ട്രാൻസ്പോസ് ചെയ്യാൻ പോവാം. എന്താണ് നമുക്കറിയാം? എത്ര റോ ആണ്? 3 റോ 1 കോളം. ഇവിടെയോ 1 റോ 3 കോളം. സെയിം പരിപാടി. 3/3 മെട്രിക്സ് ആണ്. ആ സെറ്റ് തന്നെ ഫോളോ ചെയ്യുന്നു. വിച്ച് ഇസ് ഈക്വൽ ടു ഓരോന്നാണ് ചെയ്യുന്നു നോക്കാം. ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം, ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം. 1 into -2 -2. കറക്റ്റ് ആയിട്ട് എഴുതാണ്ട് എ ബി ദ ഹോൾ ട്രാൻസ്പോസ് തുല്യമാണ്. അടുത്തത് 1 into 4 4, 1 into 5 5. ഓക്കെ. അടുത്ത എന്താ? 3 into -2 -6, 3 into 4 12, 3 into 5 15. അടുത്ത തേർഡ് റോ ഫസ്റ്റ് കോളം അല്ലേ? തേർഡ് റോ ഫസ്റ്റ് കോളം. മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ്, സോ 12. -6 into 4 -24, -6 into 5 -30. ശരിയാണോ നോക്കി? -2 4 5 -6 12 15 12 -24 -30. നല്ലപോലെ മനസ്സിലായില്ലേ? സംശയമൊന്നും ഉണ്ടാവില്ല കാര്യം. അപ്പൊ നമ്മൾ ആ സംഭവം പറഞ്ഞ പ്രോപ്പർട്ടി നല്ലപോലെ പ്രൂവ് ചെയ്തു. ഇതാണ് എന്ത്? മെട്രിക്സിന്റെ ഈ പറഞ്ഞ പോലെ ട്രാൻസ്പോസ് കണ്ടുപിടിക്കാനുള്ള പ്രോപ്പർട്ടി ബേസ്ഡ് ആയിട്ടുള്ള സംഭവം. ഇതുകൂടെ നോട്ട് ചെയ്ത് വെക്കാം. അപ്പൊ നമ്മൾ എന്താ ചെയ്യുക? ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എന്ന് പറഞ്ഞത് ഈ സംഭവം എഴുതി വെക്കും. റൈറ്റ് ഹാൻഡ് സൈഡ് എന്ന് പറഞ്ഞാൽ അത് എഴുതി വെക്കും. LHS = RHS, hence verify ആൻസർ. നല്ലപോലെ മനസ്സിലായി കാണാം. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.